എല്ലാവർക്കും നമസ്കാരം. സാന്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു പുതിയ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഓൾറെഡി എല്ലാം ഫില്ല് ചെയ്ത് വെച്ച് പോയി. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ആഡ് ചെയ്തിരിക്കുന്നു നോക്കാം. ഇതിനകത്ത് ഇത് പൊട്ടേറ്റോ, ചില്ലിപ്പൊടി, പിന്നെ ഉപ്പ്, മല്ലിയില, ഇത്തിരി ശകലം സവോള, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും കൂടി ഇട്ടിട്ട് ഉടച്ചിട്ട് ഇത് നടുകീറിയിട്ട് നമ്മൾ സാധാരണ മുളക് ബജ്ജിയാണ്, ബജ്ജി ഉണ്ടാക്കുന്ന മുളക് ബജ്ജിയാണ്. അപ്പൊ അതിനകത്ത് ഇതെല്ലാം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കടലമാവും ഉപ്പും ഇത്തിരി മുളക് പൊടിയും കൂടി ഇത്തിരി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കുഴച്ച് വെച്ചിട്ട് ഇത്തിരി മുറിവെപ്പ് കിട്ടാൻ വേണ്ടി. അപ്പൊ ഇതിലേക്ക് മുക്കിയിട്ട് നമ്മളൊരു പൊട്ടേറ്റോ ബജ്ജിയാണ് ഉണ്ടാക്കാൻ പോണത്. മുളകിന്റെ പൊട്ടേറ്റോ ബജ്ജി. അപ്പൊ മുളക് പൊട്ടേറ്റോ ബജ്ജി എന്ന് പറയാം, അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്വന്തമായിട്ട് നമ്മൾ പേരിട്ടതാണ്. അപ്പൊ ഇതിനകത്ത് ഇത്രയും ഫില്ലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വറുത്ത് പൊരിച്ചെടുക്കാം. ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഒരു തക്കാളി, ഒരു സവോളയുടെ പകുതി ഭാഗം. അതിനകത്ത് ഇത്തിരി നമ്മൾ ചില്ലിപ്പൊടിയും ഉപ്പുപൊടിയും കൂടി ആഡ് ചെയ്യാണ്. ഇത് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കാൻ പോവാണ്. കറക്കിയിട്ട് ഇത് പൊരിച്ചാം. അപ്പൊ നമ്മളിതൊന്ന് ഇതിൻ്റെ മാവിലിട്ടിട്ട് ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതിനകത്തുണ്ടല്ല പൊട്ടേറ്റോ ഞാൻ ചെറുതായിട്ടൊന്ന് ആവിയിൽ വേവിച്ചായിരുന്നു. നമ്മുടെ സാധാരണ ഇഡ്ഡലി ചെമ്പട്ടിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉപ്പ് വെള്ളം കുടഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ആവിയിൽ വേവിച്ചിട്ട് കോൺഫ്ലവർ ഇട്ടിട്ട് ഞാൻ അങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നീട് കാണിച്ചു തരാം. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫില്ലപ്പ് പോലെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത് എണ്ണയിൽ ഇടാൻ വേണ്ടി പോവാണ്. ഞാനാണെങ്കിൽ ഇതിനകത്ത് ഇതിലാണ് ആഡ് ചെയ്യണം. എന്താ വെച്ചാൽ അതിനകത്ത് മുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മാവ് ഇങ്ങനെ ആഡ് ചെയ്യാണ് എല്ലാവരുടെയും കിട്ടാൻ വേണ്ടി. ഇങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യണത്. ഇത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ചിട്ടും വെറുതെ വേസ്റ്റ് ആക്കണ്ടാവുന്നതാണ്. നന്നായിട്ട് വേകണം, വെന്ത് കിട്ടണം. അപ്പൊ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ പൊട്ടേറ്റോ മുളക് ബജ്ജി. അപ്പൊ എല്ലാവരും കൂടി ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ട ബാക്കി കടലമാവ് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിൽ വെച്ച് ഒഴിക്കുമ്പോൾ ഇത്രയും മാവ് ബാലൻസ് വരും. അപ്പം നമ്മൾ പാത്രത്തിൽ കറക്കുകയാണെങ്കിൽ തികയില്ല. പാത്രത്തിൽ നമ്മൾ കുഴച്ച് വെച്ചാൽ തികയില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക, ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ്. അത് കാരണം നല്ല ചൂടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിയത്. എനിക്കാണെങ്കിൽ ഇതൊന്നും പാടില്ലാത്തതാണ്. പക്ഷെ എന്റെ അടങ്ങില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാളെ ഒരു പുതിയ വിഭവമായിട്ട് വരികയാണ് നിങ്ങളുടെ മുമ്പിൽ. ഓക്കെ, ബൈ.